വാ അവിടെ ഇരിക്കി അവിടെ ഇരിക്കി എവിടെ ഇരിക്കേ ഇവിടെ വന്ന് കട്ടിലിരിക്കി ഈ മനുഷ്യന്റെ കാര്യം ഇവിടെ വന്ന് ഇരിക്കാൻ അല്ലെ രണ്ടേനൊന്ന് പിടിച്ചു പൊക്കേ അത് കൊച്ചിനെ മക്കളെ വിളിച്ചോ ഇവിടെ എന്ത് വയ്യേ അത് പിടിച്ച് പൊക്കി തന്നെ നടുവയ്യേ ഞാൻ ഇട്ടോളാം ഞാൻ ചെയ്യില്ല അച്ഛൻ എന്തോന്ന് വെച്ചാ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ അമ്മേനെ ഉപദ്രവിക്കണം നിർത്തണം. ഇപ്പോഴും തുടങ്ങി, പിന്നെയും തുടങ്ങിയാ അവിടെ ചോദിച്ചോക്ക് എന്തമ്മാ കൈയിട വയ്യ അപ്പൊ ഞാനൊന്ന് പിടിച്ച് പൊക്കാൻ പറഞ്ഞപ്പോ ആ കൈ തന്നെ പിടിച്ച് പൊക്കി ഞാൻ മക്കളെ ഇവിടെ നില്ലേ ഇവിടെ എന്ത് പറയണ്ടേ എന്റെ കൈ വയ്യെന്ന് ഞാൻ ഇവിടെ വേദന തലനീര് ഇറങ്ങിയടാ അമ്മ സ്വന്തമായിട്ട് കൈയൊന്ന് കറക്കി. ഒന്നും പറ്റൂല കേശു കൈ എനിക്ക് അനക്കാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ ഇത് തലനീര് ഞാൻ പറഞ്ഞില്ല തലനീര് ഇറങ്ങിയാണ് ഇന്നാളെ ഒരിക്കൽ 3-4 തലവേണ പൊക്കി വെച്ച് ഞാൻ കിടന്ന് രാവിലെ എഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദൈവം അനക്കമായ ഇതുപോലല്ല ശരിക്കും വേദനയായിരുന്നു ശരിക്കും വേദന ഇതുപോലല്ല ശരിക്കും ഞാനെന്താ അഭിനയിക്കുകയാണ് ആ വേദന ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അവസാനം അത് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഒരു നാഴി എടുത്ത് ഞാൻ ഇങ്ങനെ വച്ചിട്ട് ആ പാലിങ്ങടുത്ത് കിടക്കണ്ട നാഴി വച്ചിട്ട് ഞാൻ ഇങ്ങനെ വച്ചു അയ്യോ ആ പാലിങ്ങടുക്ക് ഞാനേ ഞാൻ പറഞ്ഞാണ് എങ്ങനെ മാറിയെന്ന് ഒരു നാഴി വച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഇത് നാഴി വെച്ചിട്ട് വേദന മാറിയില്ല വിട്ടേക്ക് സഹായിക്കാമേ കൊച്ച നിനക്ക് കേൾക്കണോ ഞാൻ ഒരു നാഴി വെച്ചിട്ടേ ഞാൻ ഇങ്ങനെ കേൾക്കണോ നിനക്ക് കേൾക്കണ്ടേ നമ്മളെ വേദന ഇവിടെ കേൾക്കാൻ കാര്യമില്ലല്ലോ ഒരു നാഴി വെച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല ഒരു നാഴി വെച്ച് ഞാൻ ഇങ്ങനെ കിടന്ന് പോച്ചാണ്ണാ പിന്നെ വാ ചാവടിക്കാൻ പോ അത് കളിച്ചത് പൊട്ടിക്കല്ലേ ആ ചരിവ് ഇങ്ങനത്തെ സഹായിക്കാന്നും പറഞ്ഞൊക്കെ എല്ലാരും ചാടിക്കാറ് വരും എന്നാ സഹായിക്കോ എന്തോന്നമ്മ അമ്മയടുത്ത് ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ ചെയ്യാ അത് അങ്ങനെ പിടിച്ചിട്ടുണ്ട് എനിക്കറിയാം ഇവിടെ പിടിക്കും മോളി പിടിക്ക് കവറ് പൊട്ടിക്കാൻ എത്ര പേരാണ് എന്നെ കൺഫ്യൂഷൻ ആക്കണമ്മാ നീ കുറച്ച് വെള്ളം ഒഴിക്കണേ കളയല്ലേ പാല് കുറച്ച് വെള്ളം ഒഴിക്ക അപ്പൊ ആ കവർ കഴുകി ഇച്ചിരി വെള്ളം ഒഴിക്കുക എന്നിട്ട് കുറച്ച് കൊണ്ടോ അവിടെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേ അല്ല വെള്ളം മോട്ട വെള്ളമായി പോകും ചായ വെള്ളം ഒഴിക്കാടാ അങ്ങനെ മതി നീ വെള്ളം ഒഴിക്കടാ ചായക്ക ഇത് പാലിനല്ല അമ്മ എന്തിനാ ഇങ്ങനെ ഒരു കൈ വയ്യാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു കൈയല്ല 2 കൈ എങ്ങനെയോ അടുക്കള കിടന്ന് ഇറങ്ങാണ്ട് പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞ ചേട്ടൻ സ്റ്റേൺ ആയിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വീട്ടിലെ പകുതി പ്രശ്നം തീർന്നേനെ അപ്പൊ ചുരുക്കം പറഞ്ഞ ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് നിനക്ക് ആഹാരം വെച്ച് കൊണ്ടു തരാൻ വേണ്ടി 24 മണിക്കൂർ അടുക്കളയിൽ കയറ്റണം നീ എന്താ പറഞ്ഞ നിന്റെ പെണ്ണിനെ അടുക്കളക്കകത്ത് പണിയെടുപ്പിക്കാൻ അല്ല ഞാൻ ഇവള് പറഞ്ഞത് ആഹാരം വേണ്ടി അതിനു വേണ്ടി എന്റെ പെണ്ണിനെ ഇവിടെ അടുക്കളക്കകത്ത് കയറ്റി നിനക്ക് മിഷ്ടാങ്ങനെ ഭോജനം തരാൻ വേണ്ടി എടാ നീക്ക് നടുവടിച്ച് പണിയെടുപ്പിക്കലടാ അവൾ അടുക്കളക്കകത്ത് കയറ്റി നീ മേലെ അടുക്കളത്ത് കയറി പോകും നിനക്ക് നിന്റെ പെണ്ണെ കയറ്റാൻ മടിയാണെങ്കിൽ എനിക്ക് എന്റെ പെണ്ണിനെ ഇവിടെ അടുക്കളക്കകത്ത് പണിയെടുപ്പിക്കാൻ എനിക്ക് മടി തന്നെ കൂടുതൽ വാചോടിക്കല്ലേ എടാ നീ കെട്ടിക്കൊണ്ടുവന്നോ ഞാൻ നിന്റെ പെണ്ണിന് ഭക്ഷണം ഉണ്ടാക്കി തന്നോളാം പെണ്ണ് കണ്ടില്ല കല്യാണം ആലോചിച്ചില്ല കല്യാണം നടന്നില്ല അതിനുമ്പോ മരുമോൾ എങ്ങനെ വീടിനകത്ത് കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ ആലോചിക്കണം അല്ല അമ്മായിയമ്മ തരിച്ച് ഇങ്ങനെ ആവണില്ല അങ്ങും ആവണല്ലോ ഇങ്ങനെ തരിച്ച് കയറണ പോലെ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഓഫീസിൽ പോയിട്ട് വന്ന് അടുക്കള കിടന്ന് ഇങ്ങനെ മാട് പോലെ പണിയെടുക്കും വേർത്ത് കുളിച്ച് വേർപ്പ് താഴാതെ ചെന്ന് കുളിക്കും തല കുളിക്കും എന്ത് ചെയ്യും തല നീണ്ടിറങ്ങും അല്ലേ ഇതാണ് എത്ര പറയാൻ കേൾക്കൂല തല കുളിച്ചില്ല ഉറക്കം വരില്ല ബാലു അപ്പൊ പിന്നെ അനുഭവിച്ചോ അല്ല എന്തോന്ന് ഞാൻ അനുഭവിച്ചോളാം
കുഴപ്പമൊന്നുമില്ല. കൈ വൈകുന്ന അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അഹങ്കാരം വേദന എങ്ങനെ സഹിക്കാം? ഇങ്ങനെ ഈ അലപ്പുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത കാര്യമാണത്. അലപ്പ് മറ്റേ പുള്ളിയല്ലടാ, നിനക്കറിയാം. ആരെന്ന്? എടാ നമ്മൾ അണ്ണായി ആര്? കുട്ടമ്പിള്ള. അലപ്പം അല്പം പാലും ആരുടെ അല്പൻ? അച്ഛ അല്പൻ എന്നല്ല പറഞ്ഞത്, അലപ്പൻ. അലപ്പൻ എന്നാ കൈ പറയാം. ഈ കൈ വയ്യാതെ ഇതും കൂടെ ഞാൻ ഓടിക്കില്ല. എന്തോന്ന് ഇത്രയും കാലം ചെയ്ത സേവനത്തിന് എനിക്ക് തരേണ്ട പ്രതിഫലം തരാന്ന് പറഞ്ഞത്. മാറിക്കങ്ങോട്ട് ഫാമിലിയാണ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ചില സമയത്ത് നമ്മുടെ ഫാമിലിന്റെ സ്റ്റാൻഡേർഡ് ലെവൽ ഭയങ്കരമായിട്ട് താന്നുകൊണ്ട് നമ്മുടെ ഫാമിലിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ലെവൽ കീപ്പ് ചെയ്യാൻ ഒരാൾക്കെങ്കിലും അറിയണ്ടേ? എപ്പോ ഇങ്ങനെ അലമ്പും കാര്യങ്ങളും. ഭയങ്കര സ്റ്റാൻഡേർഡ് ലെവൽ തന്നെ കേട്ടോ നമ്മുടെ ഫാമിലി. നമ്മളെ കുടുംബത്തിലുള്ള അല്ലേടേ. ഞാൻ പോണു. സ്റ്റാൻഡേർഡ് പോയി ഒട്ടും പോയി. എടാ ഒരു എന്തെങ്കിലും എടുത്ത് വല്ല ഷാൾ എന്തെങ്കിലും എടുത്തിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ തൂക്കിട്ട് തൂക്കിടല്ലേ നിവർത്താൻ പറ്റില്ല. ഞാൻ പണിയെടുക്കുക. എന്താ ചെയ്യണ്ട ഇപ്പൊ? പോ അങ്ങോട്ട്. ചായ വെച്ചാ മതിയോ? ആ ഇങ്ങോട്ട് ഈ സ്റ്റൗവിലേക്ക്. ഇത് വേദന ഒന്നും മാറാൻ പോണില്ല. അഹങ്കാരം, അഹങ്കാരത്തിന് കയ്യും കാര്യം വെച്ചോളാണ്. അമ്മ കരയണ അമ്മ. അച്ഛാ അമ്മ കരയണ്, അമ്മ കരയണെന്ന്. അറിയല്ലേ അമ്മ? എന്തിനു കരയണത്? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യത്തിൽ കാണിക്കാം. വാ, അവർ തന്നായിട്ട് തടവും. ആടി അമ്മ അമ്മ എന്തിനമ്മ കരയണ? അച്ഛാ വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ അമ്മയുടെ പുറകെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഞാൻ പറയില്ലടേ. ആശുപത്രി പോവാ. വയ്യാണ്ടിരിക്കുമ്പോഴും ഉണ്ടല്ലോ കുറ്റപ്പെടുത്തൽ നിർത്തരുതേ, വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കണം. ഈ സമയത്ത് ഇപ്പൊ ആശുപത്രി പോവണ്ട, കൊറോണയൊക്കെ അല്ലേ, ഇവിടെ കൊച്ചൊക്കെ ഉള്ളതല്ലേ. അത് ശരിയാണ്. ഒരു കാര്യം, വാഴക്കാല ഒരു വൈദ്യശാല ഉണ്ട്, അവിടെ കൊണ്ട് തടവിക്കാം. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് വേറെ തന്നെ ചെറുതായിട്ടൊരു ഉളുക്ക് വീഴുന്നത്, അതിങ്ങനെ കൈ കുടഞ്ഞ പോകുന്നു. അല്ല ഇനിയിപ്പോ ചിലപ്പോ മസിൽ വല്ലതും കയറി പിടിച്ചാണെങ്കിലും. അച്ഛാ അതായിരിക്കില്ല, ചിലപ്പോഴേ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇല്ലേ, അതിങ്ങനെ ലൂസ് ചിലപ്പോ ഊരിപ്പോ. അതെങ്ങാനാണെങ്കിലോ? അങ്ങനെ മാത്രമല്ല, എല്ലിന് തേയ്മാനം വന്നാലും വേദന വരാൻ ചാൻസ് ഉണ്ട്. പേടാ പറഞ്ഞ് പേടിപ്പിക്കടാ, ഒന്നാമത് പേടിച്ച് ഉറച്ചിരിക്കുക. നിസ്സാര കാര്യമുള്ളൂ, ഉളുക്ക് വീഴടാ. ഒന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാരോട് കൊടയാൻ പറയാട്ടോ, വേദന അനുഭവിക്കണോ ഞാനാ. കുടഞ്ഞു നോക്ക്, ചെറുതായിട്ടമ്മ വേദനയുടെ എനിക്ക് പറ്റൂല. ഒറ്റ കുടച്ചില് പോകും. മെല്ലെ 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 പോണെങ്കി അങ്ങ് പോട്ട്, വേദന പോണെങ്കി പോട്ടടേ. എന്തോന്ന് സ്ലോ മോഷനില് കൊടയാണോ? എന്റെ നീലും കൂട തള്ളു, കുടഞ്ഞങ്ങ് തള്ളു, പോണെങ്കി പോട്ട്. വേണ്ട രക്ഷയിലടേ. ഇത് എന്ത് പറഞ്ഞാലും കേൾക്കൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തടവാ, വൈദ്യന്റെ അടുത്ത് പോവാ, അല്ലെങ്കിൽ ഞാൻ തടവി തരാം. അല്ലടേ, കൈക്കല്ലേ കുഴപ്പം, കാലിനെന്ത്? അല്ല അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഒറ്റ കുടച്ചില് വേദന. ഇതെന്തോന്നിത്? ഇനി നമ്മള് മനധൈര്യം കൈവിടരുത്, ആത്മധൈര്യം കൈവിടരുത്. അത് നമ്മൾ മുറുകെ പിടിച്ചോണം. ചുമ്മാ ആവശ്യമില്ലാതെ കിടന്ന് നീ വേദനിക്കാതെ. അതെ, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യെന്ന് ആലോചിക്കല്ലേ, ഒരു കുഴപ്പമില്ലെന്ന് ആലോചിക്കും. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ വേദന എടുക്കുന്നത്. ഇതാര് പറയണത്? നിന്റെ കയ്യിലൊരു മുള്ളു കയറിയിട്ട് നീ ഈ വീട് 4 ആ മുറിക്കകത്തുനിന്ന് നീ പുറത്തിറങ്ങി ആ മുള്ളു കയറിയിട്ട്. നമ്മൾ എത്രയോ പേര് വന്ന് ആ മുള്ളെടുക്കാൻ, പിന്നെ അവള് സമ്മതിച്ചാ? ഐസിയു കിടക്കണ പോലെ അവള് റൂമിൽ കിടന്ന ഒരു മുള്ളു കയറിയിട്ട്. ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഒരു നോർമൽ ബോഡിയിൽ കുത്തി കയറുമ്പോഴാണ് സെൻസേഷൻ കാരണം ചെറിയൊരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഷാർപ്പായിട്ടുള്ളത് നോർമൽ ബോഡിയിൽ കയറുമ്പോൾ സെൻസേഷൻ ആണല്ലേ? അതെ. അമ്മ ഇതിപ്പോ അധികം സ്ട്രെയിൻ ചെയ്യണ്ട, അതങ്ങ് വീട് കുറച്ചുമ്പോ ശരിയായിരിക്കും. ഇപ്പൊ വേദനയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഗുളിക എടുക്കാം അല്ലേ? അല്ല വേദനക്കുള്ള ഗുളിക അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ നീല്, ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. നീ ചെറുതായിട്ടൊന്ന് കൈ ഉയർത്ത് നോക്ക്. വെയിൻസ് ചിലപ്പോൾ ഇങ്ങനെ കിടക്കായിരിക്കും, അതിങ്ങനെ ഉയർത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിട്ട് കറക്റ്റ് ആവും. അപ്പം ഇങ്ങനെ കിടക്കുന്ന വെയിനെ നമ്മൾ ഇങ്ങനെ ആക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉയർത്ത്.
നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കമ്മ. പൊക്കി നോക്കുന്ന പൊക്കി നോക്ക്. എന്താണ് ശിവ കൈ വേദന എടുത്തിരിക്കണ ഇങ്ങനെ പറയണേ? അയ്യോ, അതുകൊണ്ട് പറഞ്ഞല്ലോ പൊക്കി നോക്കമ്മ, കരയണത് എന്തിന്? ഷൗട്ട് ചെയ്തേ. ഈ രോഗികൾക്ക് ഈ സമയം മനസ്സെന്ന് പറഞ്ഞാൽ വളരെ നിമ്നോന്നതമായിരിക്കും. 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 അമ്മ ഒന്ന് പൊക്കിയമ്മ. പോട്ടെ, പൊക്ക് പൊക്ക്. അമ്മ പൊക്കിയമ്മ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, അച്ഛൻ തൊടണ്ട. അമ്മ പൊക്കിക്കോളും. പറ്റുന്നില്ല. പൊക്ക്. പൊക്കട്ടെ പൊക്കട്ടെ പൊക്കട്ടെ. ഇത് കാല് ഊണ, കൈ പൊക്കാൻ കാല് ഊണതിന്. അമ്മ റിലാക്സ് ചെയ്ത് പൊക്ക്, കുറച്ചും കൂടി പൊക്ക്. മനസ്സ് അവിടെ ഇരിക്കും. കരയല്ലേ കരയല്ലമ്മ, പോട്ട് വിട് വിട് വിട്. അമ്മ കരയല്ലമ്മ. നീലു, ഞാന് കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ തടയി തട്ടാ. എന്നാ പിന്നെ കൈയില്ല. കൈ 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 കൈ. എടാ, ഞാൻ എത്ര പേർക്ക് തടവി കൊടുത്ത് ശരിയാക്കിയിട്ടുണ്ടാ? തടവി, പക്ഷെ ശരിയായിട്ടില്ല. തടവേം വേണ്ട, ശരിയാക്കിയും വേണ്ട. ഇവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കും. ഞാൻ പോണം പറയാളെ പറഞ്ഞു. നീയൊക്കെ എന്ത് വേണം ചെയ്. നിന്റെയൊക്കെ പോരാടക്കണം എന്നെ വേണം പറയാൻ. നിന്റെയൊക്കെ പോരാടക്കണം എന്നെയാണ് പറയാൻ. എന്തിനു പുറകടക്കണം മുമ്പേ? ഇത് പരീക്ഷണ വസ്തുവല്ല. എടാ, ഞാനൊരു കാര്യം പറയട്ടാ. എടാ, ഇതിന്റെ വെയിൻ എന്ന് പറഞ്ഞാൽ ഇതുവഴി കയറി, ഞാൻ പറയട്ടാ, ഇതുവഴി കയറിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഈ ചുറ്റുമണ്ഡലം എന്ന സംഭവം. ചുറ്റുമണ്ഡലം, അതായത് പല 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 വെയിൻസുകൾ കൂടെ ഇവിടുന്ന് കൂടിയിട്ട് ഇവിടെയാണ് കൂടിച്ചേരണം. അപ്പൊ ഇവിടെ നമ്മൾ അമർത്തിയിട്ട് അയ്യയ്യേ എന്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കാനുള്ള അവകാശം എനിക്കില്ലടാ. ശരിയാത്തില്ല. കൂടിയ എന്താ കരണ്ട കരണ്ട. പോട്ട് 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 പോട്ട്. അമ്മ പോട്ട് കരണ്ട. പോയി റെസ്റ്റ് എടുക്കും. ഇവിടെ എന്തിനാ ഇരിക്കണ? ഇവിടെ ബെഡിലെവിടെയും പോയി എടുക്കുവാ. നീ മക്കളടുത്ത് പറഞ്ഞാൽ കേൾക്കണം, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കണം. രണ്ടുപേർക്കും ഒരു വിലയില്ല. നീ എന്തിനാ കഴിച്ച് ജീവിക്കണേ? നേറ്റിങ്ങനെ പടാവാലു. നിനക്ക് രാജാവിനെ പോലെ ജീവിച്ചൂടെ? എന്തിനാ മക്കളെ മാറി അടുത്ത് പോയി ജീവിക്കണത്? മടുത്തിട്ടാ. അയ്യോ, മടുത്തിട്ട് ഇതൊക്കെ മടുത്തിട്ടേ. അച്ഛാ, ആരോടാണ് ഈ സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ ഒരു കാര്യം പറയാൻ കേൾക്കൂലല്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തിട്ട് സംസാരിക്കണത്. എൻ്റെ വിധിയെ ഓർത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കുഴപ്പം? അച്ഛാ, അച്ഛാ, അമ്മക്ക് തീരെ വയ്യാട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ചൊക്കെ അവിടെ ജാടയാ. അമ്മയ്ക്ക് അച്ഛനോ അഭിനയിക്കേണ്ട ആവശ്യം. അച്ഛാ, നിർത്ത് തല്ലുകൂടല്ലേ. ഇപ്പൊ എങ്ങനെയും നമ്മുടെ കൈ ശരിയാക്കണം. അച്ഛൻ ഒന്ന് വാച്ചാ. ഇത് വന്ന് അടുക്കാൻ സമ്മതിക്കോ? ഈ നാടൻ പട്ടിയെ കെട്ടിയിട്ട് അടുത്ത് പോകുമ്പോൾ ചാടി കടിക്കാൻ നിൽക്കല്ലേ, പിന്നെ എങ്ങനെ അടുക്കണത്? അച്ഛാ, അച്ഛൻ നല്ല വേനുണ്ട്. ഈ സമയത്ത് അച്ഛൻ മാറി ഞാൻ മോശം. ഒന്ന് വാച്ച് ഹെൽപ്പ് ചെയ്യും. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അടുക്കാൻ സമ്മതിക്കണ്ടേ? അച്ഛൻ വാച്ച് എന്തെങ്കിലും ചെയ്യിച്ച പ്ലീസ്. ഇങ്ങനെ മാറി ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എന്ത്? ഞാനേ ഒരൊറ്റ കൈ പ്രയോഗിക്കാം. എന്ത്? അത് കണ്ടറിഞ്ഞാൽ മതി. കണ്ടറിഞ്ഞാൽ മതി. അങ്ങനെയുണ്ട്. നല്ല വേദനയുണ്ട് അമ്മോ. വേദനയുണ്ട്. നല്ല വേദന ഉണ്ടാ? ഞാനിപ്പോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. എനിക്ക് നവാസ് വിളിച്ചിരുന്നു. ഓ, ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. പോയിട്ട് വാ. കുറച്ച് സാധനം വാങ്ങണം. വാങ്ങിച്ചിട്ട് വാ. എന്റെ പൈസ വല്ലതും ഉണ്ടോ? പൈസ ഇല്ല. പൈസ ഇല്ലേ? ഇല്ല. എന്ത് പൈസ ഉണ്ടെങ്കിലല്ലേ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. 1000 രൂപ ഇതാ. അയ്യോ, 50 രൂപ ഇല്ല.
50 രൂപയെങ്കിലും ഉണ്ടായിരുന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാനെ. അമ്മ 50 രൂപയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി എന്ത് കിട്ടാൻ? അല്ല വേദനയുടെ ഗുളിയെങ്കിലും മേടിച്ചു. അതിന്റെ പൈസ ഇല്ല ഇല്ലെന്നല്ലേ പറഞ്ഞത്. അത് ശരി, എനിക്ക് അത്യാവശ്യമായിരുന്നു. പിന്നെ നിന്റെ അടുത്തല്ല ഞാൻ വേറെ അടുത്ത് ചോദിക്കാം. ഓ അത് ശരി. എന്ത് മേശക്കത്തോലുണ്ടോ? മേശക്കകത്തൊന്നും എന്തെങ്കിലല്ലേ വെക്കാൻ ഒന്നുമില്ല. എന്തോ വാലു എന്ത് നോക്കണേ? ഇവിടെ ഒരിടത്തും ഇല്ല. ഒന്ന് വെറുതെ നോക്കി. ബാഗ് എടുക്കണ്ട. അല്ല ഇതിന്റെ അകത്തൊന്നും ഉണ്ടോ? അതിനകത്തൊന്നും ഇല്ല. അതോടെ വെക്ക്, അതോടെ വെക്ക്. നോക്കി നോക്കട്ടെ. അല്ല നോക്കണ്ട. ഏയ് ബാലു, ബാലു എന്റെ ബാലു. ഇല്ല ഇല്ല എന്റെ ബാഗ് തരൂല തരൂല. നീയല്ല പറഞ്ഞ പൈസ ഇല്ല. കാണിക്കണത് ബാഗ് എടുക്കല്ലേ ബാഗ്. അച്ഛൻ കൈ ശരിയാക്കി പൈസ ഉണ്ട് അതിനകത്ത്. പൈസ നീ പറഞ്ഞ പൈസ ഇല്ലല്ലോ പറഞ്ഞു. പൈസ ഉണ്ട്. പക്ഷെ സാധനങ്ങൾ മേടിക്കാൻ എന്റെ പൈസ ഞാൻ തരൂല. ഇല്ല എനിക്ക് വേണം എനിക്ക് വേണം. കണക്ക് നോക്കിയാ അച്ഛൻ കൈ ശരിയാക്കാൻ കാണിക്കണത് കൊടുക്കച്ച കൈ ശരിയാക്കി കഷ്ടോന്ന് വിളിച്ച എന്താ കാണിക്കണത്? കൈ ശരിയാക്കാനല്ലേ പറഞ്ഞ പേഴ്സ് എന്നിട്ട് കൊടുക്കാണ്ട് എന്റെ കയ്യില് പൈസ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സാധനങ്ങൾ മേടിക്കണം. നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കണം. നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. തരില്ലേ? ഇതില്ലേ കൈ കൈ വയ്യാണ്ടിരിക്കുമ്പോഴല്ലേ കോപ്രായം കാണിക്കേണ്ടത്. ആണാ? ഇത്ര ഉള്ള ആ കൈ പൊക്ക്, കൈ പൊക്ക്. എന്റെ വയ്യാതെ കൈ പൊക്ക്. നീ പൊക്കിയല്ലേ പൈസ വാങ്ങിച്ചത്. പൊക്കി നോക്ക്, പൊക്കി നോക്കണേ കുട്ടമ്പള നമ്മളെ. ശരിയാണല്ലോ. ഇതൊരു പരീക്ഷണമായിരുന്നു. എടാ ഇതിന്റെ പരീക്ഷണമായിരുന്നു. ഡേയ് നടുവൊടിഞ്ഞ് പായി കിടന്നാലും പൈസ എന്ന് പറഞ്ഞ 10 പുരപ്പുറം ഒത്തുചാടും പടവലംകാരൻ. അതാണ് കുറച്ച് തൈര് എടുക്കട്ടാ. അതിന് ബാക്കി ശരിയായിക്കോളും. തരടി ഇങ്ങനെ തന്നെ അങ്ങ് ശരിയായിക്കോളും. ശരിയായ കൈ ശരിയായ. എടി എനിക്ക് പൈസയൊന്നും വേണ്ട. എനിക്ക് എങ്ങനെ നിന്റെ കൈ ഒന്ന് പൊക്കി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാൻ കാണിച്ചൊരു അടവായിരുന്നു, പരീക്ഷണമായിരുന്നു. വിജയിച്ചല്ലോ. ഇപ്പൊ കൈ പൊക്കി നോക്കി എങ്ങനെയുണ്ട്? നല്ലോണം പൊക്കാൻ പറ്റും. ചെറിയൊരു വേദന ഉണ്ട്, ചെറുതായിട്ട്. ചെറിയ വേദനയുള്ള ഞാൻ തൈലെടുത്ത് തറയിത്തരാം. തൈലെടുത്ത് തറയിത്തരാം. തൈലം ഞാൻ ഇട്ടാലും തടവാനും പറ്റും, വേദന മാറ്റാനും പറ്റും. ശരി.